അവിടെ കുട്ടി അവിടെ ഉണ്ടോ? പിടിക്കണം. ആ കുട്ടി പരിസരത്ത് തന്നെ ഉണ്ട്. എവിടെ ഒളിച്ചിരുന്നാലും കണ്ടുപിടിക്കണം. ശരിയാണ്. നിങ്ങൾ ഈ വഴിക്ക് വിട്ടോ, രണ്ടുപേരും അങ്ങോട്ട് പോ. നോക്കി നിൽക്കാതെ ചെല്ലടാ. നിങ്ങൾ ആരും കണ്ടില്ല. എടാ നോക്കി നിൽക്കാതെ പോയി കണ്ടുപിടിക്കണം. എവിടെ ഉണ്ടെങ്കിലും വിടരുത്. ചെല്ല്, വേഗം ചെല്ല്. ചേട്ടാ, ചേട്ടൻ ആരാ തല്ലിയത്? പറയടാ ബോസ്, ആ ബേബി നമ്മുടെ വീട് മിസ്സായി. ബേബി പിന്നെ മിസ്സായെന്ന്. ഡാനി, നീ ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇവിടെ ഈ നടക്കുന്ന കാര്യങ്ങളും ശരിയായ റൂട്ടിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അവക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. അവളില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് പറ്റില്ല. അവളില്ലാത്ത ഈ വീട്ടില് എന്നെ കൊണ്ട് ഒരു നിമിഷം പോലും താമസിക്കാനും പറ്റില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിന്റെ വിഷമമൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നോ എങ്ങനെ ചെയ്യുന്നോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടണം. നോക്ക്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, സമാധാനമായിട്ടിരിക്കെ. അവളെ കണ്ടുപിടിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്ത. നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. എനിക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, എനിക്കെന്തോ നല്ല പേടിയുണ്ട്. ഈ കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച എന്താ കുഴപ്പം? നമ്മുടെ അവസ്ഥ നിനക്ക് അറിയാവുന്നല്ലേ. എടുത്തിട്ട് പോ 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 പോ. വിക്കി, പോലീസ്. പേപ്പറൊക്കെ കറക്റ്റ്.
ശരി ശരി വിട്ടോ. പറഞ്ഞല്ലോ ഉള്ളു പോലീസിന്റെ കാര്യം. അതുകൊണ്ടില്ല എല്ലായിടത്തും പോലീസ് തന്നെ. എന്തൊക്കെ പറഞ്ഞാലും മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മളായിരിക്കും കിഡ്നാപ്പേഴ്സ്. ഒരു ജയിൽവാസത്തിനുള്ള വകുപ്പുണ്ടെന്ന് ഉറപ്പായി. കരുനാക്ക് ഉടച്ചൊന്നും പറയാതിരിക്കും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. വിക്കി, കാറും നിർത്തി. ഹേയ് നിക്ക്. എന്താ നിനക്ക് എന്തു പറ്റി? വിക്കി, എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഇവരൊക്കെ ആരാ? നിനക്കറിയില്ലെന്ന് മാത്രം എന്നോട് പറയരുത്. അന്ന് ഹോട്ടലിൽ വന്നവരൊക്കെ ആരാ? ഇന്നെന്തേ കുറെ ആൾക്കാർ ഇവിടെ. ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ കൊല്ലുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നീ ഇപ്പൊ പണത്തിന്റെ പുറകെ പോയി മരണം വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കാന്ന് ഓർമ്മ വേണം. അവിടെ ഞാൻ പണം ഉണ്ടാക്കാൻ വേണ്ടി പോയതൊന്നുമല്ല. അവിടെ ചെന്നപ്പോൾ ആക്സിഡന്റ് ഉണ്ടായി. അതിലൊരു കുഞ്ഞുണ്ടായിരുന്നു. കുഞ്ഞിന്റെ കൂടെ കുറെ പണം ഉണ്ടായിരുന്നു. കുഞ്ഞിനെ ഓടിയിട്ടിട്ട് പണം മാത്രം എടുത്തുകൊണ്ട് വരാൻ എനിക്ക് മനസ്സ് തോന്നിയില്ല. നീ ഇങ്ങനെ ഒരുപാടൊക്കെ ചിന്തിച്ചു കൂട്ടിയല്ലേ? അധികം വൈകാതെ നമ്മൾ രണ്ടിനെയും മേലോട്ട് എടുക്കുന്ന എനിക്ക് ഉറപ്പായി. ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ? തൽക്കാലം കുഞ്ഞിന്റെ കാര്യമാണ് പ്രധാനം. വിക്കി ദേ അവിടെ. മോളെ, മോൾ അമ്മയെ കുറിച്ച് ആലോചിക്ക. ഞങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് മോളെ അമ്മയുടെ അടുത്ത് എത്തിക്കാം. വിഷമിക്കണ്ട കേട്ടോ. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ നിനക്കറിയാവുന്നതല്ലേ. ഒരു വശത്ത് കുറെ റൗഡികൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്തിനാണെന്ന് അറിയില്ല. മറ്റൊരു വശത്താണെങ്കിൽ പോലീസ്. അവരാണെങ്കിൽ പിന്നീന്ന് മാറുന്നില്ല. ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു കുഞ്ഞും കയ്യില്. ഇപ്പൊ എല്ലാവരുടെയും കണ്ണിൽ നമ്മളാണ് അക്യൂസ്ഡ്. ഇപ്പൊ നമ്മൾ എങ്ങനെ കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് എത്തിക്കും? നമ്മുടെ ചുറ്റും നമ്മുടെ ശത്രുക്കളല്ലേ. അങ്കിൾ, ഞാൻ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട്. എപ്പോഴാ മോളെ? എന്റെ അച്ഛന്റെ ഫാക്ടറി അവിടെയാ ഉള്ളത്. ഒരു ജോലി മര്യാദക്ക് ചെയ്യാൻ അറിയില്ലല്ലോ. ഈ പൈസ ഒക്കെ നിന്റെ അപ്പനുണ്ടാക്കി തന്നാ? ഈ ഫയൽ കൊണ്ട് കൊടുക്ക്. ഈ ഫയല് കറക്റ്റായിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം. പറഞ്ഞത് മനസ്സിലായോ? എന്തെങ്കിലും ഒന്ന് മര്യാദക്ക് ചെയ്യ്. ഇഡിയറ്റ്സ്. നമസ്കാരം സർ. എന്തായി? എന്റെ മോളെ കിട്ടിയോ? കിട്ടിയിട്ടില്ല. നിങ്ങൾ വിശ്വസിച്ചല്ലേ ഞാൻ കിഡ്നാപ്പേഴ്സിന് പണം കൊടുത്തേ? എന്നിട്ട് കുഞ്ഞിതുവരെ എന്താ ചെയ്യാനി? എന്താ ചെയ്യേണ്ടെന്ന് പറ. എന്റെ കുഞ്ഞിന് എന്ത് പറ്റിയോ എന്തോ. എന്താടോ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യുന്നേ? ആ കുഞ്ഞിനെ എങ്ങാനും കിട്ടിയാ തന്റെ തലയും പോവും, എന്റെ തലയും പോവും. ആ കുഞ്ഞ് തന്റെ കുഞ്ഞായതുകൊണ്ടാണ് വിട്ടുകളയുന്നത്. അല്ലെങ്കിലുണ്ടല്ലോ. എന്റെ കുഞ്ഞിനെ നിങ്ങൾ എന്ത് ചെയ്യുന്ന? എന്താ കൊല്ലുവോ? കൊല്ലുവോന്നാ ചോദിച്ചേ? അച്ഛൻ. എന്നാ പിന്നെ കൊല്ല്. ആലോചിക്കണ്ട. കൊന്നേക്കുന്നേ. അവളുടെ അച്ഛനാണെന്നും പറഞ്ഞ് എത്ര നാളെന്ന് വെച്ചാ ഈ മുഖം മൂടിയും കെട്ടിവെച്ചോണ്ട് ഇങ്ങനെ നടക്കുന്നേ? അവൾക്കിനി എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് എന്റെ ബാഗ് പ്രധാനമാണ്. അത് എത്രയും പെട്ടെന്ന് ഡാനിയുടെ കൈ കൊണ്ടുപോയി കൊടുക്കണം. ഇതിനാര് തടസ്സമായിട്ട് നിന്നാലും ശരി, എന്തുണ്ടായാലും ശരി, നമ്മുടെ ജീവൻ പോകുന്നതിന് പകരം മറ്റൊരാളുടെ ജീവൻ എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കൊന്നേക്ക്. എന്തായാലും നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് താൻ കണ്ടോ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്? ഓക്കെ.
ഹിയറിംഗ് എയ്ഡല്ലേ ഇത്? ഇതെന്റെ മോളുടെ അല്ലേ? ഇതെങ്ങനെ ഇവിടെ വന്നു? അപ്പ എന്റെ മോൾ ഇവിടെ എവിടെയോ ഉണ്ട്. ഉറങ്ങിക്കോ മോൾ, ഉറങ്ങിക്കോ. ഉറക്കം വരുന്നില്ലേ? ഉറങ്ങിക്കോ, കണ്ണടച്ചുറങ്ങിക്കോ. എൻ്റെ ലൈഫ് പണ്ട് എങ്ങനെയാണെന്ന് അറിയണ്ടേ? നിർത്ത്. ഞാനല്ലാതെ കളിക്കാണോ നിങ്ങള്? എനിക്ക് വിടറ എന്റെ വായ നോക്കി നിൽക്കാതെ. ഓ നിനക്കിപ്പോ എന്താ, നീ ഇതൊക്കെ ഈസി ആയിട്ട് ജയിക്കൂലേ? കളിക്കാൻ പേടിയാണെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞാൽ മതി. ഭയങ്കര ബിൽഡപ്പ് ഒക്കെ ആണല്ലോ. രാജാവും റാണിയൊക്കെ ഇവന്റെ പോക്കറ്റിൽ കിടക്കാണോ? ചേട്ടൻ ഫുൾ ഫോമിലാടാ. നീ എനിക്ക് ഇടറാ. എടാ നിനക്ക് അറിയാഞ്ഞിട്ടാണ്, ഇവൻ പുലിയാണ്. നീ ഉണ്ടായിരുന്നു. ഞാൻ കാണാത്ത കളിക്കാരല്ല. കൈ വരണോ അവനോട്? ഞാൻ പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ലേ? കഴിഞ്ഞു. ഇതിനായിരുന്നല്ലോ ഇത്രയൊക്കെ പറഞ്ഞു കൂട്ടിയേ. എന്നാ പിന്നെ ഒരു തവണ കൂടി കളിച്ച് നോക്കടാ. കളിക്കാലോ. നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന എന്തിനാ? ദാ ബിരിയാണിയൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് പോയാൽ മതി. ഇതിപ്പോ കയ്യിലുള്ളതും കൂടെ പോയാലോടാ. പണത്തിന്റെ പുറകെ മാത്രം പോയി ജീവിതം തന്നെ ഞാൻ നശിപ്പിച്ചു കളഞ്ഞു. ബോധമില്ലാത്ത സമയത്ത് പറ്റിപ്പോയതാ. ആ സമയത്തൊക്കെ എന്താ ചെയ്യുന്നെന്ന് ഒരു പിടിയുമില്ല. ഛേ. കേറി വാടോ. കേസ് ഫയൽ സർ. സാറിന്റെ പെർമിഷൻ കിട്ടിയ ഇത് ക്ലോസ് ചെയ്യായിരുന്നു. തനിക്ക് എന്റെ ഫുൾ സപ്പോർട്ടും ഉണ്ട്. ഇതിൽ ആര് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിലും തൂക്കി അകത്തിട്ടേക്ക്. യെസ് സർ. അറസ്റ്റ് അല്ല, എൻകൗണ്ടറാ ചെയ്യേണ്ടത്. ഈ കേസിന് പിന്നിൽ ആരാണോ, ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടോ, എന്റെ കുഞ്ഞിന്റെ ജീവൻ കൊണ്ട് കളിച്ചവരെ വെറുതെ വിടാൻ പാടില്ല. എന്നാ താൻ ചെല്ല്. താങ്ക് യു സർ. തല്ലും വാങ്ങിച്ചിട്ട് എന്റെ അടുത്ത് തന്നെ വന്ന് കഥ പറയുന്നു അല്ലടാ പട്ടികളെ. ഞാൻ കാതില് പൂ വെച്ച് ചുറ്റി തിരിയുന്നവനാണെന്ന് കരുതിയടാ പന്നികളെ. മാപ്പ് തരണം ചേട്ടാ. മാപ്പ് തരണോ അല്ലേ? നിന്നെ പോലെ ഉള്ളവന്മാർക്ക് ഇനിയും ഞാൻ മാപ്പ് തരണോ അല്ലേ? നീയൊക്കെ കാരണം എന്തുമാത്രം ലോസ് ഉണ്ടായെന്നറിയോ നിനക്ക്? ചേട്ടാ ഞങ്ങൾക്ക് ഇനി ഒരു ചാൻസും കൂടെ തരുവാണെങ്കിൽ. അതേട്ടാ, ഇത്തവണ ഉറപ്പായിട്ട് ഞങ്ങൾ ചെയ്തിരിക്കും. മാപ്പ് തരണം. മാപ്പ് തരാം. നിനക്കൊക്കെ ഒരു ചാൻസ് കൂടെ ഞാൻ തരാം. എന്താ ചാൻസ് വേണോ?